മാന്ത്രിക വീരന്റെ സഹായത്താൽ ആണായും പെണ്ണായും മാറാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ വിക്രമാദിത്യനും ഭട്ടിയും കൂടി ചെമ്പകഗന്ധി രാജകുമാരിയെ വളയ്ക്കാനായി പുതിയ തന്ത്രങ്ങളുമായിട്ട് വരികയാണ്. നമുക്ക് കേട്ടാലോ? അത്ഭുത വേരിൻ്റെ സഹായത്താൽ വിക്രമാദിത്യ രാജാവ് വിക്രമ പെണ്ണായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഭട്ടിയാണെങ്കിൽ ശല്യരാജൻ എന്ന രാജാവിൻ്റെ വേഷവും കെട്ടി. വിക്രമ പെണ്ണും ശല്യരാജനും കൂടി വിജയരാജ്യത്തിലെ രാജാവിനെ ചെന്ന് മുഖം കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: രാധാപുരത്തെ രാജാവായ ശല്യരാജനാണ് ഞാൻ. കൂടെയുള്ളത് എൻ്റെ പത്നിയാണ്. അവളുടെ പേര് വിക്രമപ്പെണ്ണ്. ഇവൾ വിശ്വപ്രസിദ്ധനായ വിക്രമാദിത്യൻ്റെ സഹോദരിയാണ്. കുറേ കാലമായി വളരെ ക്ഷാമമാണ് ഞങ്ങളുടെ രാജ്യത്ത്. അതുകൊണ്ട് ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് കോപിച്ചിരിക്കുകയാണ്. 1000 വരാഹൻ തന്ന് എന്നെ അങ്ങ് സഹായിക്കണം. എൻ്റെ പത്നി ഇവിടെ നിൽക്കട്ടെ. ഇവൾ അങ്ങേക്ക് ഒരു പണയ വസ്തുവാണ്. ഇത് കേട്ട് നമ്മുടെ വിജയപുരത്തെ രാജാവ്, അതായത് ചെമ്പകഗന്ധിയുടെ അച്ഛന് വളരെയേറെ അനുകമ്പ തോന്നി. ഉടനെ തന്നെ അദ്ദേഹം ശല്യരാജനായ വേഷം കെട്ടിയ ഭട്ടിക്ക് ആവശ്യമുള്ളത്ര പണം കൊടുത്ത് പറഞ്ഞു വിടുകയും വിക്രമപ്പെണ്ണിനെ ചെമ്പകഗന്ധിയോടുകൂടെ താമസിപ്പിക്കുകയും ചെയ്തു. ചെമ്പകഗന്ധി പുരുഷന്മാരെ കാണാതിരിക്കുവാനുള്ള കാരണം എന്താണെന്നറിയണമല്ലോ. അതായിരുന്നു നമ്മുടെ വിക്രമപ്പെണ്ണിൻ്റെയും ശല്യരാജൻ്റെയും ഉദ്ദേശം. വിക്രമപ്പെണ്ണും ചെമ്പകഗന്ധിയും കൂടെ അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം വിക്രമപ്പെണ്ണ് കഠിന ദുഃഖം അനുഭവിക്കുന്നതായി അഭിനയിച്ചു കിടന്നു. ആരോടും മിണ്ടാതെ മുഖമൊക്കെ വാടി വിഷാദമഗ്നയായിട്ട് ആകെ ശോചനീയ അവസ്ഥയിൽ വിക്രമപ്പെണ്ണ് അങ്ങനെ കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ചെമ്പകഗന്ധിക്ക് ആകെ സങ്കടമായി. അവൾ വിക്രമപ്പെണ്ണിനോട് ചോദിച്ചു: സഖിയുടെ മനസ്സിനെ പീഡിപ്പിക്കുന്ന പ്രശ്നം എന്താണ്? എന്നോടൊന്ന് പറയൂ. അപ്പോൾ വിക്രമപ്പെണ്ണ് വളരെ സങ്കടത്തോടുകൂടി ചെമ്പകഗന്ധിയോട് പറയാൻ തുടങ്ങി: മധുരഗിരിയിലെ ചിത്രസേനൻ എന്ന രാജകുമാരനും വില്ലമൻ എന്ന വേടയുവാവും ബാല്യകാല സഖാക്കളായിരുന്നു. ചിത്രസേനൻ രാജാവായപ്പോൾ തൻ്റെ സുഹൃത്ത് തന്നെ സഹായിക്കുമെന്ന് ആ വേടനായ വില്ലമൻ കരുതി. വില്ലമൻ ദിവസം തോറും കൊട്ടാരത്തിലേക്ക് പോവുകയും തൻ്റെ ബാല്യകാല സുഹൃത്തായ ചിത്രസേനനോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ചിത്രസേനൻ ഒരിക്കലും വില്ലമനെ സഹായിക്കാനായിട്ട് മനസ്സ് കാണിച്ചില്ല. നിരാശനായ വില്ലമൻ കാട്ടിൽ നായാട്ടിന് പോയി. അങ്ങനെ വില്ലമൻ കാട്ടിലൂടെ ചുറ്റു സഞ്ചരിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഗുഹ കണ്ടത്. ആ ഗുഹയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ദേവസുന്ദരികളെപ്പോലും വെല്ലുന്ന അംഗകാന്തിയോടുകൂടിയ ഒരു സുന്ദരിയായ യുവതി ഇരിക്കുന്നു. അവളുടെ മടിയിൽ തലവച്ചുറങ്ങുന്ന ഒരു മഹർഷിയെ. ഇത് കണ്ടപ്പോൾ വില്ലമൻ അവളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ നിന്നുപോയി. അപ്പോഴാണ് ആ സുന്ദരി വില്ലമനെ കാണുന്നത്. ആ സ്ത്രീ പറഞ്ഞു: പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോളൂ. മഹർഷി കണ്ടാൽ ആപത്താണ്. വേഗം പൊക്കോളൂ നിങ്ങൾ. വില്ലമന് ആ സുന്ദരിയെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയത് തൻ്റെ കൂട്ടുകാരനെക്കുറിച്ചാണ്. തൻ്റെ കൂട്ടുകാരനായ ചിത്രസേന രാജാവിന് വളരെ യോജിച്ചവളാണ് ഈ സുന്ദരി. ഈ സുന്ദരിയെക്കുറിച്ച് ചിത്രസേനൻ മഹാരാജാവിനെ അറിയിക്കുവാണെങ്കിൽ തനിക്ക് ധനവും മാനവും എല്ലാം കിട്ടും. വില്ലമൻ അങ്ങനെ കണക്കുകൂട്ടി. ഉടനടി അദ്ദേഹം രാജാവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി. എന്നിട്ട് കാട്ടിൽ കണ്ട സുന്ദരിയായ യുവതിയെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞു. രാജാവ് യുവതിയെക്കുറിച്ച് കേട്ട് കാട്ടിലേക്ക് വില്ലമൻ്റെ കൂടെ യാത്രയായി. വില്ലമനും ചിത്രസേന രാജാവും യുവതി ഇരുന്ന ഗുഹയുടെ വാതിക്കലെത്തി. യുവതിയെ കണ്ട് ചിത്രസേന രാജാവ് മോഹിതനായി. അവളെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചു. സ്ത്രീയുടെ മടിയിൽ നിന്ന് മഹർഷിയുടെ ശിരസ് പൊക്കി അദ്ദേഹം വില്ലമൻ്റെ മടിയിൽ വെച്ചു. എന്നിട്ട് ചിത്രസേന രാജാവ് സുന്ദരിയായ യുവതിയും കൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. തൻ്റെ ചങ്ങാതിയായ രാജാവ് ഉടനെ മടങ്ങി വന്ന് തന്നെ രക്ഷിക്കുമെന്നോർത്ത് വില്ലമൻ അവിടെ അനങ്ങാതെയിരുന്നു. പക്ഷേ ചിത്രസേനൻ രാജാവ് തനിക്ക് സുന്ദരിയായ യുവതിയെ കിട്ടിയപ്പോൾ ഗുഹയിലിരുന്ന തൻ്റെ കൂട്ടുകാരുടെ കാര്യമേ മറന്നുപോയി. അയാൾ സുന്ദരിയെയും കൊണ്ട് നഗരത്തിലെത്തി സുഖമായി ജീവിച്ചു. പക്ഷേ നമ്മുടെ വില്ലമൻ്റെ കാര്യം മഹാ കഷ്ടമായിപ്പോയി. വില്ലമൻ ആ ഗുഹയിൽ ആകെ അനങ്ങാതിരുന്ന് മുഷിഞ്ഞു. മടിയിൽ മുനി ഉറങ്ങുകയാണ്. മുനി എണീച്ചാൽ എന്തു പറയുമെന്നും വില്ലമൻ ആകെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് മുനി കണ്ണു തുറന്നു.
കണ്ണു തുറന്നു നോക്കിയ മുനി കണ്ടത് വില്ലമ്മനെയാണ്. വില്ലമ്മൻ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. മുനി എന്തോരം ചോദിച്ചിട്ടും വില്ലമ്മൻ കാര്യമൊന്നും പറയുന്നുമില്ല. അവസാനം മുനി തൻ്റെ ജ്ഞാനശക്തിയാൽ നടന്ന വിവരങ്ങളെല്ലാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മുനിക്ക് വില്ലമ്മനോട് ദേഷ്യമൊന്നും തോന്നിയില്ല. വില്ലമ്മനെ മുനിക്ക് വളരെയധികം ഇഷ്ടമാവുകയാണ് ചെയ്തത്. അവനോട് മുനി പറഞ്ഞു, ഹേ യുവാവേ, പരമാർത്ഥമെല്ലാം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു. സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുത്. നിന്റെ കഥകളെല്ലാം തുറന്നു പറയൂ. ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. അത് കേട്ടപ്പോഴാണ് നമ്മുടെ വില്ലമ്മന് ശ്വാസം നേരെ വീണത് തന്നെ. വില്ലമ്മൻ തനിക്ക് പറ്റിയ അമളിയെക്കുറിച്ച് മുനിയോട് തുറന്നു പറഞ്ഞു. രാജാവിൻ്റെ കൊടും വഞ്ചന അറിഞ്ഞപ്പോൾ മുനിക്ക് രാജാവിനോട് ഭയങ്കരമായ ദേഷ്യം തോന്നി. അദ്ദേഹം വില്ലമ്മനെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് അടുത്തതായ ഒരു കഥ പറയാൻ തുടങ്ങി. ചെമ്പകവല്ലിയെ വളച്ച് കുപ്പിയിലാക്കാൻ വിക്രമപ്പെണ്ണിൻ്റെ വേഷം കെട്ടിയ വിക്രമാദിത്യ രാജാവ് പറഞ്ഞ ഒരു കഥ നമ്മളിപ്പോൾ കേട്ടു. അടുത്തത് മുനി അടുത്ത കഥ പറയാൻ പോവുകയാണ്. അതെന്താണെന്ന് നമുക്ക് നാളെ കേൾക്കാം. അല്ലേ കൂട്ടുകാരെ? അപ്പോൾ കൂട്ടുകൂടാൻ മറക്കരുതേ.